അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പല ഭാഗങ്ങളിലേക്ക് പല സമയങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി നാം ചിലപ്പോൾ യാത്ര സഞ്ചരിക്കുന്നത് ലക്ഷ്യമില്ലാതെയാകും. ലക്ഷ്യബോധത്തോടെയുള്ളതായ യാത്ര വളരെ കുറവാകും. ചിലപ്പോൾ നാം ഉദ്ദേശിച്ചതായ സ്ഥലത്തേക്ക് എത്തുന്നത് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വേഗത കൂട്ടിയാകാം, അല്ലെങ്കിൽ നമ്മൾ ആസ്വാദനം കൊണ്ട് വേഗത കൂട്ടിയതാകാം. അങ്ങനെ ഏതുമാകട്ടെ, ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി നാം നമ്മുടെ യാത്ര അത് തുടങ്ങുമ്പോൾ അതിൽ അപകടങ്ങളില്ലാതിരിക്കാൻ, അല്ലെങ്കിൽ വല്ല പ്രയാസങ്ങൾ കൊണ്ടോ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ നമുക്ക് പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ ഒരു കാവൽ എന്നോണം മഹാന്മാർ നമ്മളെ പഠിപ്പിച്ച, അവർ നമുക്ക് ഉണർത്തിത്തന്ന പല വഴികളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരായത്താണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഏതാണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ ഒരായത്തിനെ നാം രാവിലെയും വൈകുന്നേരവും 7 തവണ വീതം നാം ചൊല്ലുകയാണ് എങ്കിൽ ആ ഓരോ ദിവസത്തിലുമുള്ളതായ അള്ളാഹുവിൻ്റെ ഖലായിൽ നമുക്ക് വെച്ചിട്ടുള്ളതായ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങൾ വരുന്നതിനെ തൊട്ടൊരു കാവൽ നമുക്ക് ലഭിക്കാൻ കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ ഉണർത്തുകയാണ്. നമ്മൾ ജീവിതത്തിൽ അത് പഠിക്കുക, പ്രാവർത്തികമാക്കുക. അള്ളാഹു എല്ലാ അപകട മരണങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെ തൊട്ടൊക്കെ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ബലാ, മുസീബത്ത്, ആഫാത്ത്, ശുറൂറുകളിൽ നിന്ന് പരിപൂർണമായ കാവൽ, ഹിഫ്ള് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.